നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പഞ്ചാബി സ്പെഷ്യലായ ചോലെ ഭട്ടൂരയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ചോലെ ഭട്ടൂര നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ ചോലെ ഭട്ടൂര റെസിപ്പി വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് ഇതിനകത്ത് ഭട്ടൂര. ഇത് തയ്യാറാക്കുന്നതിന് വളരെ ഈസിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ചോലെ ഭട്ടൂര തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഭട്ടൂര തയ്യാറാക്കുന്നതിന് ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1.5 കപ്പ് മൈദ മാവ് എടുത്തിരിക്കുകയാണ്. അതുകൂടാതെ അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റവ ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടാതെ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്തേക്ക് 1/2 കപ്പ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ പെരണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ ഓൾറെഡി തൈര് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തൈരിനകത്തെ വെള്ളമയം ഉണ്ട് കുഴച്ചെടുക്കാനായിട്ട്. അതുകൂടാതെ സ്വല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും സ്വല്പമായിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഭട്ടൂരയ്ക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂറോളം നമ്മൾ അടച്ചു വെക്കേണ്ടതാണ്. അതിനായിട്ടൊരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ കാറ്റ് കയറാതെ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കുകയോ ചെയ്യാം. അങ്ങനെ ഭട്ടൂരയ്ക്കുള്ള മാവ് ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോല ഉണ്ടാക്കാനുള്ള കടല വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ രാത്രി മുഴുവനായിട്ട് കുതിർത്തതാണ്. അങ്ങനെ കുതിർത്ത കടല കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 2 പൊട്ടറ്റോയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊട്ടറ്റോ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. കുക്കറിലേക്ക് 2 കപ്പ് വെള്ളവും സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് വേവാനായിട്ട് വെക്കാം. ഇത് കുറച്ചൊന്ന് ആവി വന്നതിന് ശേഷം വിസിൽ വെച്ച് കൊടുക്കാം. കുക്കറിൽ ഒരു 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, അതായത് 1 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലി, അത് കൊത്തമല്ലിയാണ് നമ്മുടെ, അതും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് മീഡിയം സൈസിലുള്ളത്. അത് തീരെ ചെറിയ കഷ്ണങ്ങളല്ല, ഒരു മീഡിയം സൈസിൽ മുറിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക്, ഇവിടെ 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരി കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും അതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. അങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ വഴറ്റാം. ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ട് നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറേ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒട്ടും ചൂട് ഉണ്ടാവരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. വഴറ്റിയ ഉള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയ അതേ പാനിൽ തന്നെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിനകത്തേക്ക് ഞാൻ ചോലെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 2 ടേബിൾ സ്പൂൺ ചോലെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോലെ മസാല കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതില്ലാത്തവർ നിങ്ങൾ ഗരം മസാല ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചോലെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം
അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ചോല ഉണ്ടാക്കാനായിട്ട് ഈ വെളുത്ത കടലയാണ് യൂസ് ചെയ്യേണ്ടത്. കറുത്ത കടല വെച്ച് ഉണ്ടാക്കിയാൽ അത്ര രുചി വരില്ല. അതുകൊണ്ട് വെളുത്ത കടല തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കറി നന്നായിട്ട് കുറുകിയിരിക്കണം എന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇവിടെ ഞാനൊരു മീഡിയം പരുവത്തിലാണ് ഗ്രേവി എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മുകളിലൂടെ മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോല റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അവിടേക്ക് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് നേരത്തെ കുഴച്ച് വെച്ച മാവെടുത്ത് ഒന്നുകൂടെ 1 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. കുഴച്ചെടുത്ത മാവ് നമുക്ക് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് ഉരുളകളാക്കി മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഇത് ഒരേപോലെ മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്തിട്ട് ഇത് നല്ല ബോൾ സൈസിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. അങ്ങനെ എല്ലാ ഉരുളകളും ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇവിടെ ഞാനിത് ഉരുട്ടിയെടുക്കുകയാണ്. ഇതിങ്ങനെ ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഈ ഉരുളകളിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് സ്വല്പം എണ്ണ അതിലേക്ക് തൂത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അത് ഭട്ടൂരയ്ക്ക് പരത്തുമ്പോൾ പൂരിയുടെ വലിപ്പത്തിലല്ല, നല്ല വലിപ്പത്തിൽ വേണം പരത്താനായിട്ട്. കുറച്ച് വലിയ സൈസിലായിരിക്കും പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ സൈസിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. പക്ഷേ പൊതുവെ ഭട്ടൂര കുറച്ച് വലിയ സൈസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഭട്ടൂര എല്ലാം പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലതായിട്ട് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഭട്ടൂര റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ കിച്ചൺ ടവലിലോട്ട് മാറ്റാം. അന്നേരം സ്വല്പം എണ്ണ ഉണ്ടെങ്കിൽ അത് അബ്സോർവ് ചെയ്തോളും. അങ്ങനെ നമുക്ക് മുഴുവൻ ഭട്ടൂരയും തയ്യാറാക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ ഭട്ടൂര അങ്ങനെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോലയും തയ്യാറാക്കി വെച്ചു. ഇപ്പോൾ ഭട്ടൂരയും റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടെ സെർവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോല ഭട്ടൂര ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.